ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസിനായിട്ട് ഞാൻ 4 ഗ്ലാസ് അരി വേവിച്ച് വെച്ചിട്ടുണ്ട്, കഴുകി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ക്യാബേജ്, ക്യാപ്സിക്കം, ഇതൊക്കെ നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ്റെ പീസസ്, ബോൺലെസ് പീസസ്, ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ചേർത്ത് തിരുമ്പി വെച്ചിട്ടുണ്ട്. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം പറയണത്, ഞാൻ റൈസ് വേവിച്ചപ്പോൾ അതിലേക്ക് ചെറുനാരങ്ങ നീരും ഉപ്പും ഓയിലും ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ല പോലെ വേവണ്ട, ഒന്ന് പകുതി വേവായാൽ മതി കേട്ടോ. പകുതി വേവ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് എല്ലായിടത്തും നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്യാബേജും ക്യാപ്സിക്കവും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഞാൻ അതുപോലെ വേവിച്ച് കഴിഞ്ഞ് ഊറ്റി വെച്ചതിന് ശേഷം ഒന്നും കൂടി നോർമൽ വാട്ടർ ഒഴിച്ച് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ടൊന്ന് നോർമൽ വാട്ടർ ഒഴിച്ച് ഹോളുള്ള പാത്രത്തിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഒന്നും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അതൊന്നും ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പൊന്ന് ചേർത്തിളക്കി അതിന് വേണ്ട കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ 1.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ടായിൽ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, മിക്സ് ചെയ്യുന്ന സമയം കൊണ്ടാണ് ഞാനിപ്പോൾ ചട്ടി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് പിന്നെ അധികം സമയം വേണ്ട, വേഗം ഫ്രൈ ആയി കിട്ടും. നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ പീസസാണ്, ബോൺലെസ് ചിക്കനാണ്. അപ്പം നമ്മൾ അത് ഓയിൽ ഒഴിച്ചിട്ട് തന്നെയാണ് അതും വേവിച്ച് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ അതും ഈ സമയം അതും ചിക്കൻ പീസസും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കനം കുറച്ച് അരിഞ്ഞ ചിക്കനാണ്. അപ്പം നമുക്ക് അതും കൂടിയിട്ട് ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്തതാണ് കേട്ടോ. അതും കൂടിയിട്ടൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടൊന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ അത് വെന്ത് കിട്ടിക്കോളും വേഗം. അപ്പോൾ അതും കൂടി ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് നല്ലോണം വേവാകുമ്പോൾ അത് മറിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാൻ അത്ര സമയം മതി. അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ അതിലിത്തിരി അത് ഫ്രൈ ആയപ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. അതേസമയം നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനെ പൊരിച്ചെടുക്കാനായിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. രണ്ടാമത്തെ മുട്ടയും നമുക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടി വീണ് പോയി. അതും കൂടി പൊട്ടിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ചിക്കി പൊരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കി പൊരിച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയും സ്വല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടാണ്. അതുകൊണ്ടാണ് അതും കൂടി ചേർക്കണം. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ചിക്കൻ പീസസും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി പറയണു എൻ്റെ മക്കൾ, അമ്മാമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തായോ. അപ്പോൾ എന്തായാലും ഇന്ന് മോളോടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത് കേട്ടോ. എനിക്ക് ആവശ്യമായിട്ടുള്ള സോയാ സോസും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തു. പാകത്തിന് സോയാ സോസും ഒഴിച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. സോയാ സോസും ടൊമാറ്റോ സോസും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് അതും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ അതും മിക്സ് ചെയ്തിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ
ഇടാം. ചിക്കനും കൂടിയിട്ട് അതും കൂടി മിക്സാക്കാം. അതും കൂടി മിക്സ് ചെയ്ത് കുറേശ്ശെ റൈസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് ഉലർത്തി എടുക്കണം. മിക്സ് ചെയ്ത് അതിനെ ഉലർത്തി പതുക്കെ അതിനെ ഉലർത്തിയെടുക്കുക. എല്ലായിടത്തും ആവണ രീതിയിൽ ചോറിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ അത് കുറേശ്ശെയായിട്ട് എല്ലാതും ചേർത്ത് ഇട്ടിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ.